ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ കള്ളങ്കാവൽ അത് റിലീസായി. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. കാരണം മമ്മൂക്കയുടെ മറ്റേ രോഗം ബാധിച്ചതിന് ശേഷം വിമുക്തനായി തിരിച്ചു വരുന്ന ഒരു സിനിമയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് നന്നായി വെയിറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ റിലീസ് ഡേറ്റ് വെച്ച് അത് അവിടുന്ന് ഒരു പോസ്റ്റ് ഡേറ്റ് വെച്ച് അങ്ങനെയൊക്കെ വന്നൊരു സിനിമ. അപ്പോൾ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ. പിന്നെ അതിനകത്ത് നമുക്കറിയാം, നമ്മൾ ഭയങ്കര ഒരു മാസ് പടത്തിനേക്കാൾ ഉപരി മമ്മൂക്കയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് പ്രതീക്ഷിച്ച ഒരു പടമായിരുന്നു. അത് അതുപോലെ തന്നെ കിട്ടി എന്നുള്ളതാണ്. അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് മമ്മൂക്ക വിത്ത് വിനായകൻ, അവർ രണ്ടാളും ചെയ്തു വെച്ചേക്കണ കഥാപാത്രം, അത് അതിഗംഭീരമായിട്ട് രണ്ടാളും പെർഫോമൻസ് അത് നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഇതുപോലത്തെ ഈ രണ്ട് കഥാപാത്രങ്ങൾ വന്നപ്പോൾ അതിൽ മമ്മൂക്ക ചൂസ് ചെയ്ത കഥാപാത്രം ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ആ കഥാപാത്രം. അതായത് നെഗറ്റീവ് ഷെയ്ഡല്ല, ഇതൊരു നെഗറ്റീവ് റോൾ തന്നെയാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതായത് മമ്മൂക്കയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ആളിലുള്ള ഒരു വിശ്വാസം, അതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആളുടെ ഓഡിയൻസ് ആളുടെ അഭിനയം ഇഷ്ടപ്പെടുന്നവർ, അതായത് മാസിനേക്കാൾ അപ്പുറം ആളുടെ അഭിനയം, ആൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ആളുടെ പ്രേക്ഷകർ ഏറ്റെടുക്കും. അത് കാണാൻ ആളുടെ പ്രേക്ഷകരുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ധൈര്യമായിട്ട് ആള് ഇങ്ങനത്തെ ഒരു ഭയങ്കര പക്ക നെഗറ്റീവ് ഒരു കഥാപാത്രം ആൾ ചെയ്ത് അത് അതിഗംഭീരമായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആളുടെ സ്ലാങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആൾ കൊടുക്കുന്ന ഫേസിലൊക്കെ ഓരോ എക്സ്പ്രഷൻസ്. പിന്നെ നമ്മൾ ഈ ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്നത്. അപ്പോഴും നമുക്കൊക്കെ തോന്നി ഇത് സിഗരറ്റ് വലിക്കുന്നത്, പക്ഷേ അതിന് ആ സിഗരറ്റും വെച്ചിട്ടാണ് ഇതിനകത്ത് ആളുടെ കൂടുതൽ എക്സ്പ്രഷൻസൊക്കെ. അത് അതായത് ഓരോ സീക്വൻസ് വരുമ്പോഴും അത് വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റേ റോള്, ഇപ്പോൾ പോലീസുകാരൻ്റെ റോള് മമ്മൂട്ടി ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊരു വളരെ നോർമൽ സിനിമ ആയിട്ട് പോകുമായിരുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഈ സിനിമ കുറച്ചും കൂടി നമുക്ക് വാച്ചബിൾ, അതായത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്തു വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വിനായകൻ നല്ല ഗംഭീര പെർഫോമൻസ്. ഒപ്പം ചെയ്തിട്ടുള്ള അദ്ദേഹം മറ്റേ ഡൈസറയിലൊക്കെ പ്രണവിൻ്റെ ഒപ്പമുള്ള ആളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ, അവർക്ക് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല പടത്തിൽ, അവർ വന്നു പോകുന്ന റോളുകൾ. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഡയറക്ടർ നമുക്ക് അറിയാം, ജിതിൻ കെ ജോസ്. അതായത് നമുക്ക് കുറുപ്പിനകത്ത് നമ്മൾ കണ്ടതാണ് ഒരു